ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ എനിക്കും ഡിംപിളിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ തരത്തിൽ യാത്രകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വഴിയെ പറയാം വിശേഷങ്ങളൊക്കെ. അപ്പം ഇന്നലെ ഡോൺ വണ്ടി എടുക്കാൻ പോയിട്ട് കുറേ ലേറ്റായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വണ്ടികളാണ് ഈ കിടക്കണതൊക്കെ കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ നോക്കിയപ്പോൾ ചാക്കോച്ചൻ മുറ്റത്തിറങ്ങി. ഇപ്പോൾ ഇവൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ജീപ്പിൽ കയറിയിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ കയറിയിട്ടിരുന്ന് ഹോൺ അടിക്കുക. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ച് കയറി വരണതാണ് കേട്ടോ. അപ്പോൾ വാതിലടച്ചിട്ടേക്കുക. കാരണം വണ്ടിയുടെ ഇടയിലോ പിന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ അറിയാണ്ട് വണ്ടി എടുക്കുക, ഡാഡിയോ ഡോണോ വണ്ടി എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മൂന്ന് ഈ എന്താ പറയുക പീക്കിരികളല്ലേ. അപ്പോൾ എന്തിൻ്റെങ്കിലും ഇടയിൽ ചെന്ന് നിന്നാൽ കാണാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം വാതിലടച്ചിട്ടാണ് ഫ്രണ്ടിലത്തെ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി. നമ്മുടെ സമയമായി. നമ്മുടെ തോമു ഡ്രസ്സ് മാറിയതാ ഇറങ്ങി വന്നു. അപ്പോൾ അടിപൊളി ഡ്രസ്സായിരുന്നു. മീഷോന്ന് തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അടുത്ത ഡിവൈൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഇടും, സൗകര്യം പോലെ ചെയ്യും കേട്ടോ. അങ്ങനെ അവർ ഒരാൾ ഡ്രസ്സ് മാറി, പാച്ചു ഡ്രസ്സ് മാറാൻ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും കടലയായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടെന്ന്. പുട്ടും കടലയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും ഓരോ പാത്രങ്ങളാട്ടോ. അപ്പോൾ ചാക്കോച്ചൻ അത് തിരഞ്ഞെടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കിണ്ണം കൊണ്ടുവരും, നൂഡിൽസ് കഴിക്കുമ്പോൾ അതിൻ്റെ പാത്രം കൊണ്ടുവരും. അങ്ങനെ ഓരോന്നിനും ഓരോ പാത്രം ആയതുകൊണ്ട് അവൻ അത് കൃത്യമായിട്ടെടുത്ത് കയ്യിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നൂഡിൽസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് ആ പാത്രം കൊണ്ട് പോണതാണ്. അപ്പോൾ ഡോണിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഡോൺ എന്നാൽ പുട്ടും പഴം തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും നൂഡിൽസ് പൊട്ടിച്ചതല്ലേ എന്ന് വെച്ചിട്ട് അതുണ്ടാക്കി വെച്ച് കൊടുത്തു. അപ്പോൾ മസാലയൊന്നും ഇടാണ്ടാണ് വെച്ചത് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയണം, അവർക്ക് അവരുടേതായ നൂഡിൽസ് ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ നൂഡിൽസാണ്. അവർക്ക് സ്ലർപ്പ് ഫാമിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മില്ലറ്റ്സിൻ്റെ നൂഡിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്കായിട്ട് വാങ്ങി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കൊടുക്കാൻ നല്ലതാണ്. അങ്ങനെ പിള്ളേർസ് ഡ്രസ്സൊക്കെ മാറി സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഓടിയിൽ പോണതിൻ്റെ പത്രാസാട്ടോ. അപ്പം ഞങ്ങളിന്ന് ഓടിയിലാണ് പോണത്. രണ്ടാളും ചാടി കയറി വണ്ടിയിലിരുന്നു. കാരണം നേരത്തെ വണ്ടി അവിടെ കൊണ്ടിട്ടപ്പോൾ കയറാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കയറ്റാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, ഡോറ് അടച്ചിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നല്ല മിടുക്കനായിട്ട് കയറി. അവനൊരു ആര് പോയാലും എനിക്കൊന്നുമില്ല, എനിക്കറിയാം എനിക്ക് പോകാൻ സമയമായിട്ടില്ല എന്നുള്ള ഇതിലാണ്. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പം ഞാൻ കളിയാക്കുക ഡിമ്പിളിനെ ചീനച്ചട്ടിയിൽ കടലയുടെ കറിയൊക്കെ വടിച്ച് അതിൽ പുട്ട് കൂട്ടി തിന്നുമ്പോൾ അപ്പോൾ അവൾ പറയും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു പാത്രത്തിൽ വെച്ച് വിളമ്പി കഴിക്കുന്നത് കാണിക്കണില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല കേട്ടോ. നമ്മളെങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാതും എത്തിക്കാറ് കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാവും. ചോറും കൂട്ടാനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ചട്ടിയിൽ ഒരു തുണ്ട് ചോറൊക്കെ ഇട്ട് വടിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാവും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടമാനം പേര് പേളുടെ കമ്മലുകൾ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സാൻസ്റ്റോണിൻ്റെയും പിന്നെ കുറേ പേളുടെ കമ്മലുകൾ സെയിം തിരക്ക് ചോദിച്ചവർക്കൊക്കെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞുള്ളവർക്കൊക്കെയുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആദ്യ കുർബാന സ്വീകരണം ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഒല്ലൂർ പള്ളിയിലാണ്, ഒല്ലൂർ മാലാഖയുടെ പള്ളിയിലാണ്. അത് വേറെ ആരുടെയല്ല, നമ്മുടെ സ്റ്റെഫാൻ, നിങ്ങൾക്കൊക്കെ അറിയാം, ഡിമ്പിളിൻ്റെയും ഡോണിൻ്റെയും. ഞങ്ങളുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കമ്പയർ ചെയ്യാനായിട്ട് സ്റ്റെഫാനാണ് വരിക. അപ്പോൾ സ്റ്റെഫാൻ്റെ പെങ്ങൾക്ക് ട്രിപ്ലെറ്റ്സാണ്, 3 കുട്ടികളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ സ്റ്റെഫാനെ പരിചയപ്പെട്ടത്. ഡിമ്പിളിന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പേടിക്കേണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കാരണം പാച്ചു ആ സമയത്ത് അറിയാലോ നിങ്ങൾക്ക്, ഞാൻ വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ പെങ്ങൾക്ക് 3 കുട്ടികളാണ്. അവരിത് ഇപ്പം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വിളിച്ച് ആശ്വസിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് സ്റ്റെഫാനാണ് കേട്ടോ. അങ്ങനെയാണ് അവൻ നമ്മുടെ പാച്ചുവിൻ്റെ ബാപ്റ്റിസത്തിനാണ് ഫസ്റ്റ് വന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് എപ്പോഴും നമ്മളുടെ വീട്ടിലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സ്റ്റെഫാൻ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ എന്നെ മമ്മീന്ന് തന്നെയാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലേക്കും 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ മുമ്പ് തൊട്ട് ഉള്ള ഒരു ബന്ധമാണ്. അപ്പോൾ അവിടെ പെങ്ങളുടെ ഈ ട്രിപ്ലെറ്റ്സിൻ്റെ കുർബാന സ്വീകരണമാണ്. അപ്പോൾ എനിക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാഡീനെയും മോളെയും വിട്ടു. പിള്ളേരൊക്കെ സ്കൂളിലേക്കും പോയേക്കാളും. അപ്പോൾ ഇവർ മടങ്ങി വരുമ്പോൾ അവരെയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മക്കൾ കേട്ടോ. അപ്പോൾ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് ട്രിപ്ലെറ്റ്സിലുള്ളത്. പിന്നെ താഴെയുള്ളൊരു മോളും. ഇതാണ് അവരുടെ ഫാമിലി. അങ്ങനെ 3 ആളും ഞാൻ പറയായിരുന്നു 3 ആളും 3 വലുപ്പമാണ്, അല്ല 3 ചായയാണ്. ഒരിക്കലും ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു കുട്ടികളാണെന്ന് പറയുകയില്ല കേട്ടോ. നല്ല
എന്താ പറയുക മിടുക്കരായിട്ടുള്ള 3 കുട്ടികൾ. ഇതാണ് സ്റ്റെഫാൻ. അപ്പോൾ ഇത് അവരുടെ ഇൻവിറ്റേഷൻ കാർഡും താങ്ക്സ് കാർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഡിംപിളും ഡാഡിയും വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് നേരെ പരിപാടിയൊക്കെ ഗ്രാൻഡായി എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അവർ നേരെ പോയത് ഫസ്റ്റ് സ്കൂളിലേക്ക് പിള്ളേർസിനെ കൊണ്ടുവരാനായിട്ടാണ്. അപ്പോൾ നാളെ പൂരാണല്ലോ, പൂരത്തിൻ്റെ അവധിയാണ്. അതായത് ഇന്ന് നിങ്ങൾ കാണുന്ന ദിവസം പൂരാണല്ലോ. അപ്പോൾ പൂരത്തിനോടനുബന്ധിച്ച് അവർക്ക് ആക്ടിവിറ്റി ഇങ്ങനെ പൂരത്തിൻ്റെ സംഭവമായിരുന്നു. അപ്പോൾ ഇത് രണ്ടാളും നെറ്റിപ്പട്ടമൊക്കെ കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഡിംപിൾ എടുത്തതാണ് ഈ വീഡിയോസൊക്കെ. അപ്പോൾ എനിക്കത് സെൻഡ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ. അങ്ങനെ പൂരം. അപ്പോൾ 2 പേരുടെയും പേര് അടിയിൽ എഴുതിയിട്ടുണ്ട്, കെൻഡ്രിക്കെന്നും ഇവാനെന്നും. അതാണല്ലോ ഇവരുടെ പേര്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പേര് പറയണത് നിങ്ങൾക്കും അവരുടെ പേര് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും തോമു, ചാക്കോ, പാച്ചു എന്നൊക്കെയല്ലേ അറിയുള്ളൂ. അങ്ങനെ ഇവരിതേ ഓച്ചുവിൻ്റെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര മേളാണ്. രണ്ടാൾക്കും മടിയിലിരിക്കണം. പിന്നെ മടിയിലിരുന്നിട്ടും കൊണ്ടുള്ള എന്താ പറയുക കളിയും ചിരിയും ബഹളമൊക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൂട്ടുകാരുടെ പോലെ. എന്നാൽ എന്താ പറയുക നല്ല കുസൃതികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നല്ല മക്കളാണ് 2 പേരും, 2 അല്ല 3 പേരും. പക്ഷേ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ ഫ്രണ്ട്സാണ്. മാമിനോട് ഓരോ പരാതി പറയാനും, പാച്ചുവിന് വയ്യ അല്ലെങ്കിൽ തോമുചേട്ടന് വയ്യ, ഇതൊക്കെ ഇവരാണ് സ്കൂളിൽ പോയിട്ട്. അപ്പോൾ മാം പറയും ഭയങ്കര സംസാരമാണ്, ഭയങ്കര ഫ്രണ്ട്സാണ് അവർ, നല്ല കുട്ടികളാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടി ഓച്ചുവിനെ ശരിക്കും പതുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പാച്ചു എന്തിനോ ഒന്ന് പിണങ്ങി. പാച്ചുവിന് പെട്ടെന്ന് പിണക്കം വരും കേട്ടോ. അപ്പോൾ പിണക്കുമ്പോൾ 2 സെക്കൻഡ് മതി, ഒന്ന് കിളിയാക്കി കഴിഞ്ഞാൽ അവൻ ചിരിക്കും. അങ്ങനെ സംഭവം ചിലപ്പോൾ നമ്മുടെ തോമു മടിയിലിരുന്നതായിരിക്കാം. കാരണം അവന് അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അമ്മയുടെ അടുത്ത് വേറെ ആരെങ്കിലും ഇരുന്നാൽ അവനൊരു ചെറിയൊരു പ്രശ്നം വരും. അപ്പം അങ്ങനെ കയറുമ്പോൾ പിണങ്ങി നിൽക്കുക. പിണക്കാൻ സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അവരുടെ വിചാരം, ഞാൻ പറയാറില്ലേ, അവരുടെ വിചാരം അവർ ഉന്തിയിട്ടാണ് വണ്ടി പോണേന്ന്. അപ്പോൾ അങ്ങനെ വണ്ടിക്ക് 2 അടിയൊക്കെ കൊടുത്ത് അവർ കയറി വന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ പോയ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ട് ഡിംപിൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വിരിച്ചിട്ടു. എൻ്റെ വിരിച്ചിട്ട് കഴിയുമ്പോഴേക്കും അവരും എത്തി. അങ്ങനെ ഇന്നിപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, ചൂടുണ്ട്. എന്നാലും ഇന്നലത്തെ അത്ര ചൂടില്ല എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഡിംപിൾ വന്ന് പോയ അവിടുത്തെ വിശേഷങ്ങൾ പറയാം. ഞാൻ പറയാറില്ലേ സ്ഥിരം അങ്ങനെയാന്ന്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആരാണോ പുറത്ത് പോയത്, ഇപ്പോൾ ഡോണായാലും ഡാഡി ആയാലും ഞങ്ങൾ ആരായാലും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മളും കൂടി ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത പോലെയാണ് കേട്ടോ സംസാരിക്കുക. അവിടെ ആരെയൊക്കെ കണ്ടു, അവരുടെ ഡ്രസ്സ്, അവരുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാതെ. അങ്ങനെ ഇവരിവിടെ വന്ന് ഇവരുടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോൺ വന്ന് ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ച് പോയിട്ട്, അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ തുണികൾ വിരിക്കാനിട്ടേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പോൾസൺ പേപ്പറിന് വേണ്ടിയിട്ട് പായസം വെച്ച് കൊണ്ടുവന്നാൽ. അപ്പോൾ നോക്കിയപ്പോൾ 2 പാക്കറ്റ് ഉള്ളത്, 2 തരം ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് 2ഉം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുളവും. എന്നാൽ പിന്നെ ഒരു പാക്കറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയപ്പോൾ ഈ 5 ഗ്ലാസ് തന്നെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോൾസൺ പേപ്പറിന് പോകുമ്പോൾ നമുക്ക് ഇന്ന് ബർത്ത്ഡേ ആണ്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇന്ന് പോൾസേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, പോൾസൺ പേപ്പറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാത്രി എല്ലാവരും വിഷ് ചെയ്തു. അപ്പോൾ ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ സർപ്രൈസായിട്ട് കേക്കും കൊണ്ട് പോകാനായിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ച പായസം കൂടി കൊണ്ടുവന്ന് നോക്കിയപ്പോൾ പായസം കഷ്ടിമുഷ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ 2 പാക്കറ്റ് ഒന്നിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടായാലേ, പക്ഷേ ഇല്ല. അപ്പോൾ വിചാരിച്ചു വേണ്ട, ഇനി കേക്കും കൊണ്ടുപോകാം, കാരണം 2ഉം മധുരല്ലേ, അത് മതി, പായസം വേറൊരു ദിവസമായാലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ പണികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇത് ഡ്രോപ്സിൻ്റെ സെക്ഷനിൽ നിന്ന് കുറച്ച് ഒരു കൂട്ടർക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് ഇടണതാണ്. വലിയവർക്കും വേണമെങ്കിൽ ഇടാം, എന്നാലും കുട്ടികൾക്കാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ശരിക്കും സ്വർണ്ണക്കമ്മലിൻ്റെ പിരി പോലെ തന്നെയാണ് കേട്ടോ ബാക്കിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഐറ്റംസാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നല്ലതാണ്. ഇതിൻ്റെ തന്നെ 2 ലെയറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേളിൻ്റെയൊക്കെ നമ്മളുടെ ഡ്രീം കളക്ഷൻസിൽ വീഡിയോ ഇട്ടതിൽ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ഓരോ വീഡിയോസിലും അതാത് കളക്ഷൻസിൻ്റെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്ന. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഇങ്ങനെ കണ്ടു തുടങ്ങി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ വീഡിയോസിൽ നിന്ന് ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുണ്ടായിൻ്റെയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. കാരണം പഴയ വീഡിയോസ് കണ്ടു തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ കിട്ടുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്ത കാരണമെന്ന് തോന്നുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ആയിട്ട് വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു.
പിന്നെ ഡ്രീം കളക്ഷൻസ് എന്നതിൻ്റെ പേരിൽ പല കാര്യങ്ങളുള്ള കാരണം പെട്ടെന്ന് എന്തോ അറിയില്ല, ആർക്കും അത് പെട്ടെന്ന് കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങളിതാ 8 മണി ആവാറായപ്പോഴാണ്. അപ്പോൾ ഡോൺ ഇന്നും പുറത്ത് പോയിട്ട് വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞൊരു വണ്ടി എടുക്കാൻ അങ്ങോട്ട് പോകണം. അപ്പോൾ ലേറ്റ് ആവും, അപ്പോൾ നിങ്ങൾ പൊക്കോന്നു. അപ്പോൾ ഞങ്ങൾ ഡാഡിയുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ കേക്കും കൊണ്ടുവന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ജോർജായിട്ട് എത്തിയിട്ടില്ല. പോൾസാട്ടിനും ചേച്ചിയും വസന്തേച്ചിയും ഉണ്ട്, പിന്നെ വേറെ ആരും ഇല്ലല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ ചാക്കോച്ചൻ്റെ ലോകമാണല്ലോ അത്. ചാക്കോച്ചൻ്റെ ഓടിച്ചല്ല, പക്ഷെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി കൊണ്ടുവന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനവിടുത്തെ ഓളിനോളാം. അമ്മയുടെയും അപ്പയുടെയും കൂടിയേ വരണേന്ന് വെച്ചാൽ ഒന്ന് പരുതും കിടന്നിട്ട് കേട്ടോ. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ ഇവർ മാറി മാറി ഇതേ വിഷ് ചെയ്യാനും എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ 12 മണിക്ക് തന്നെ വിഷ് ചെയ്തു. ഡിവൈനും ഡോണൊക്കെ വിഷ് ചെയ്തെങ്കിലും നേരിട്ട് കണ്ട് ഒന്ന് വിഷ് ചെയ്തതാണ്. അപ്പോൾ തോമും അതെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്തു. എല്ലാവരും അവരവരുടെ എന്താ പറയുക സ്നേഹം അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതേ പതിവ് പോലെ ഇരുന്നപ്പോൾ ജോർജേട്ടൻ വന്നപ്പോൾ നല്ല ജിലേബി, ഇവിടെ നടത്തറ ജയ ബേക്കറി എന്നാന്ന് പറയുക, സൂപ്പർ ജിലേബിയും പിന്നെ ഒരു തരം കാട്ടിക, ഒരു മസാലയൊക്കെ ഇട്ടിട്ടുള്ള രണ്ടും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ജോർജേട്ടൻ സാധാരണ ആപ്പിളിൽ നിന്ന് വാങ്ങിക്കുക, അപ്പോൾ ഇന്ന് എന്തോ ആപ്പിൾ മുടക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ എന്തോ കുട്ടിയുടെ കുർബാന സ്വീകരണം അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പോൾ ജയേന്ന് വാങ്ങിയത് നല്ല കുറേ കാലങ്ങളായിട്ട് ഇങ്ങനൊരു ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനൊരു ജിലേബി കഴിച്ചിട്ടില്ല എന്ന്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കേക്ക് കട്ടിങ് ഡോൺ വന്നു, അപ്പോൾ അത് കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഞങ്ങളിത് പോൾസൺ പേപ്പറിനൊക്കെ അപ്പോൾ കൊച്ചു കേക്കാണ് വാങ്ങിച്ചേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമതൊരു പീസ് ആരും കഴിക്കില്ല. അപ്പോൾ നമ്മളത് എപ്പോഴും വലിയ കേക്ക് വാങ്ങിക്കുമ്പോൾ വേസ്റ്റ് ആവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെല്ലാ പരിപാടികൾക്കും നിങ്ങൾക്ക് കണ്ടറിയാം കുഞ്ഞൊരു കേക്ക് അന്നാന്ന് കട്ട് ചെയ്ത് അവസാനിപ്പിക്കാവുന്ന പോലെയാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി ഇരുന്ന് എന്തായാലും പോൾസൺ പേപ്പറിൻ്റെ കൊച്ചുമോൻ വിഷ് ചെയ്തു പോയെങ്കിലും ഭാഗ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ പേരക്കുട്ടികൾക്കാന്ന് തോന്നുന്നുണ്ട്. 3 ആൾ ഇപ്പോൾ പാച്ചൂനും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഷർട്ട്, പക്ഷേ അവൻ്റെ അതെന്തോ വാഷ് ചെയ്തിട്ട് ഉണങ്ങാണ്ട് കിടക്കുകയും കൂടെ ഇതിൻ്റെ ട്രൗസർ. അപ്പോൾ അല്ലെങ്കിൽ 3 പേർക്കും ഇറങ്ങിയപ്പോഴാണ് കണ്ടത്, അല്ലെങ്കിൽ 3 ആൾക്കും ഒരുപോലെ ഇടായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ക്രിസ്മസിന് 3 പേർക്ക് ഒരുപോലെ സ്റ്റിച്ച് ചെയ്യിച്ചതാണ് തുണി എടുത്തിട്ട്. അങ്ങനെ 3 കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണു. ഹാപ്പി ബർത്ത്ഡേ പാടണു, കൈകൊട്ടണു, നല്ല മേളം. എല്ലാവരുടെയും വക പോൾസൺ പേപ്പറിൻ്റെ കേക്ക് മടുത്തു ശരിക്കും. ഭയങ്കര ക്രീമൊക്കെ ആയിരുന്നു, എന്നാലും എന്താ പറയുക അതാണല്ലോ അതിൻ്റെ ചടങ്ങ്. പക്ഷെ ആരും മുഖത്തൊന്നും തേച്ചില്ല കേട്ടോ. ഡിവൈൻ ഇങ്ങനെ തൊടാൻ നിന്നെങ്കിലും ഒന്നും ചെയ്തില്ല. അങ്ങനെ എന്താ പറയുക ഞങ്ങളുടെ ഒരു വർഷം കൂടി പോൾസൺ പേപ്പറിന് എന്താ പറയുക നല്ല ആരോഗ്യത്തോടു കൂടി ഇനിയും അതെ കുറേ വർഷം സന്തോഷമായിട്ട് ഇങ്ങനെ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയണ പോലെ എനിക്ക് ചേച്ചിക്ക് വയ്യാത്തൊരു ചേച്ചിയാണെങ്കിലും വിളിച്ചിട്ട് സുഖമാണോ, എന്താ വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കഴിച്ചോ ഒന്നും എനിക്ക് ചോദിക്കേണ്ട. കാരണം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാൾ കൂടിയുള്ളപ്പോൾ നമ്മളത് ചോദിക്കുന്നതേ ഒരു വിഷമാണ്. അപ്പോൾ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമുക്കേത് നാണക്കേട് അങ്ങനെ ചോദിക്കേണ്ടത്. കാരണം അതുപോലെ പൊന്നുപോലെ നോക്കുന്ന ഒരു ചേട്ടനെയാണ് ദൈവം എന്താ പറയുക ചേച്ചിക്ക് വേണ്ടി കണ്ടുവെച്ചത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് അങ്ങനെയും പറയാം. അപ്പോൾ അതിനും ഒരു വഴിത്തിരിവായത് ഇവിടെ ബേബിമായാണ് കേട്ടോ. ബേബിമായുടെ അതേ വരിയിലാണ് പോൾസൺ പേപ്പറിൻ്റെ വീടായിരുന്നത്. അങ്ങനെയാണ് ഒരു മീൻകാരി വഴി സംസാരിച്ചിട്ടാണ് കല്യാണമായത്. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും നമ്മൾ എന്താ പറയുക ചേച്ചീനെ എങ്ങനെ നോക്കണം അങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നോക്കാൻ മനസ്സും ക്ഷമയുള്ള ഒരു ചേട്ടനാണ്. പിന്നെ ജോർജേട്ടനായാലും അത് ഞാൻ ജോർജേട്ടൻ്റെ ബർത്ത്ഡേക്കും പറഞ്ഞിരുന്നു. ചേട്ടൻ മൂത്ത ഒരാൾ വരുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറുക അതാണ് താഴാദികൾ ചെയ്യുക. ആ ഒരു ഗുണം ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും മരിക്കണ സമയത്തും ഈ നിറഞ്ഞ സന്തോഷം കണ്ടിട്ടാണ് 2 പേരും പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ റോസയും അന്നയും ഡയോണിനെയും മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പകരം 3 പീക്കിരി കുട്ടികളുണ്ട് ഇവിടെ. അതുകൊണ്ട് ആ ഒരു കുറവ് മനസ്സിലാവണില്ല. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ സെഷനാണ്, വേറെ ഒന്നിനല്ല, ഗ്രൂപ്പിലിട്ടിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. റോസയ്ക്കും അന്നയ്ക്കും ഡയോണിനും കാണണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി, പിന്നെ ഡിവൈനാണ് ഫോട്ടോഗ്രാഫർ. ഇപ്പം മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പോൾസേട്ടനാണ് എല്ലാം എടുക്കുക, പിന്നെ ഞാനായിരുന്നു. ഇപ്പോൾ ഡിവൈനാണ് കേട്ടോ. അപ്പോൾ ചിരിപ്പിച്ച്, അപ്പോൾ ജോർജേട്ടൻ കുറേ നാളുകളായിട്ട് അങ്ങനെ അധികം ചിരിക്കാറില്ല. അപ്പോൾ ഡിവൈൻ എങ്ങനെയെങ്കിലുമൊക്കെ ചിരിപ്പിച്ച് നല്ല ഫോട്ടോ എടുക്കും. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി 3 ആളും കൂടിയുള്ള ഫോട്ടോസ്. നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ എന്താ പറയുക, അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ അക്കി പറയാ ഞാൻ ദേ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു സാരല്ല, എൻ്റെ അടുത്തുനിന്ന് ഇരിക്കുമ്പോൾ ചേച്ചി സുന്ദരിയാണ് എന്ന് പറഞ്ഞു. കാരണം അങ്ങനെയാണല്ലോ വരിക, ഒന്ന് ഒന്ന് മങ്ങുമ്പോൾ ഒരു മങ്ങിയ ആളുടെ കൂടെ നിൽക്കുമ്പോഴാണല്ലോ മറ്റേ ആൾക്ക് ശോഭ കൂടുക. അങ്ങനെ പറഞ്ഞ് കളിയാക്കി, ഞാൻ എപ്പോഴും കളിയാക്കി പറയണതാട്ടോ. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ കിച്ചണിലത്തെ മാതാവ് കേട്ടോ. ഞാൻ പറയാറില്ലേ, നമ്മളുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു കണ്ണകുളങ്ങരയിൽ അമ്മച്ചിയുള്ള സമയത്ത് വേളാങ്കണ്ണി മാതാവിൻ്റെ നമ്മൾ എണ്ണ കൊണ്ടുവന്നിരുന്ന പാത്രം, എണ്ണ വെള്ളമൊക്കെ ഇതുപോലത്തെ രൂപങ്ങളിലായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ. അതായിരുന്നു കിച്ചണിലുണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ. പിന്നെ സ്റ്റിക്കർ എന്തോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏത് നമ്മുടെ വീടുകളിൽ പോയാലും കിച്ചണിൽ മാതാവിൻ്റെ രൂപം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചേച്ചി മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് ഒതുക്കി മൂപ്പരുടെ ഇഷ്ടത്തിന് ചെയ്തിരുന്നതാണ്. ഇപ്പം ഭയങ്കര സങ്കടം, ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും സാരമില്ല, ഇത്രയും നാൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്തില്ലേ, ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. എന്നാലും മാക്സിമം വസന്തേച്ചി ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ പോൾസേട്ടനും ചെയ്യും. എനിക്കൊന്നും അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. കാരണം നമ്മൾ വല്ലപ്പോഴും പോകുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയാണ്, എൻ്റെ അടുക്കള വിട്ട് വേറൊരു സ്ഥലത്ത് പോയി എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ. ഡിമ്പിളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് തൊട്ട് എല്ലാ കാര്യങ്ങളും കടന്ന് ചെയ്യും. ഡിവൈനും അങ്ങനെ ചെയ്യും. പക്ഷേ എനിക്കെന്തോ അങ്ങനെ എന്താ അറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. എനിക്കങ്ങനെ അറിയില്ല കേട്ടോ. വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യാനായിട്ട് എനിക്കറിയില്ല. അങ്ങനെ തോംസൺ കസേലത്തെ ബിരിയാണി ആയിരുന്നു കേട്ടോ. സൂപ്പർ ബിരിയാണി, ഒന്നും പറയാനില്ല. അപ്പോൾ സ്വതവേ തോംസൺ കസേലത്തെ ബിരിയാണിക്ക് ഒരു പേരുണ്ട്. അപ്പോൾ ഇവിടെ ഡിവൈനും ഏറ്റവും ഇഷ്ടം അവിടുത്തെ ബിരിയാണി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, ഡിവൈൻ മനസ്സിൽ കണ്ടപ്പോഴേക്കും അക്കി പറയായിരുന്നു ഞാൻ മാനത്ത് കണ്ടു അതെന്ന്. അങ്ങനെ എല്ലാവർക്കും ഓരോ കണ്ടെയ്നർ, ഓരോ ബിരിയാണിയും ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം കുട്ടികൾക്ക് എക്സ്ട്രയും വാങ്ങിച്ചു. പക്ഷെ അതൊക്കെ ബാക്കി കേട്ടോ. കാരണം അങ്ങനെ എല്ലാം ഒരെണ്ണം മുഴുവൻ തിന്നാവുന്ന കപ്പാസിറ്റി നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ജിലേബി അതും ഇതൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന കേക്ക് തന്നെ കട്ട് ചെയ്തു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഐസ്ക്രീമോ കാര്യങ്ങളൊന്നുമില്ല. ഡെസേർട്ടിന് പകരം ഈ കേക്ക് തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കുട്ടികളുടെ ചാട്ടവും മേളവും ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, പിള്ളേരെയും കൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിതേ യാത്ര പറഞ്ഞ് ഇറങ്ങണം. അപ്പോൾ ചാക്കോച്ചൻ്റെ ലോകാണിത്. അക്കിയും വസന്തേച്ചിയും ബോൾസൻ പേപ്പനും ഒക്കെ അവൻ്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉമ്മം കൊടുത്തിട്ട് ഇതേ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു വിചാരിക്കാണ്ട് ഇന്നലെ സത്യത്തിൽ വിചാരിച്ചിട്ടില്ല ഇന്ന് അവിടെ ആയിരിക്കും ഡിന്നറിനും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്ത് ഓരോ പരിപാടികൾ ചെയ്യണേക്കാളും വരുന്ന പോലെ ഭംഗിയിൽ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതേസമയം അവിചാരിതമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയിൽ നടക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പ്രതീക്ഷിക്കാണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ 3 പേര് ഒന്നിച്ച് കൂടി. ഞാൻ പറയാറില്ലേ, ഒന്നിച്ച് കൂടുമ്പോൾ കുറേ നല്ല നല്ല ഓർമ്മകളാണ് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ചേച്ചിയുടെയും. പിന്നെ നമ്മുടെ ഇതിലിപ്പോൾ അന്നയില്ല, റോസയില്ല, ഡയോണില്ല, അവരുടെ ഫാമിലിയില്ല, ആരുമില്ല. പക്ഷെ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ എല്ലാവരും ഉണ്ടെന്നൊരു തോന്നലാട്ടോ. അങ്ങനെ ഇത് കുറച്ച് ഫോട്ടോസ് ഡിവൈൻ എടുത്ത ഫോട്ടോസിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തതാണ്. കാരണം കാണാൻ എനിക്ക് നല്ല കൗതുകം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ പോൾസേട്ടൻ എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ അതാ ഈ ഒരു പോസാണ്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എന്താ പറയുക, കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു എന്താ പറയുക, ഒരു ജോഡിയാണ്. എന്നും ഇതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അത് ചേച്ചിയുടെ കൂടെയും ചേട്ടൻ്റെ കൂടെയും. പിന്നെ ഞാൻ പറയാറില്ലേ, എല്ലാത്തിനും കൂടെ നിന്ന് ക്ഷമയോടെ നിൽക്കുന്ന ഒരു ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും. കാരണം ചേട്ടന് ആരോഗ്യം ഉണ്ടായാലേ ചേച്ചീനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെപ്പോഴും ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. കാരണം ചേട്ടൻ എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ഡയോൺ പുറത്താണ്, പിന്നെ നമ്മൾ ഒക്കെ ചുറ്റുള്ളവരാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമില്ലാണ്ട് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഒരു വശത്ത് ചേട്ടനും ഇപ്പുറത്ത് വസന്തേച്ചിയുണ്ട്. അപ്പോൾ ഇതുപോലെ 3 പേരും എന്താ പറയുക, ആരോഗ്യത്തോടു കൂടി കുറച്ച് നാൾ കൂടി, കുറച്ച് നാളല്ല കേട്ടോ, കുറേ അധികം നാൾ മുന്നിലേക്ക് പോട്ടെ. അതിൻ്റെ ഒപ്പം എനിക്കും ഞാൻ പറയും, എനിക്കും വിഷയാനുള്ളൊരു അവസരം ദൈവം തരട്ടെ എന്ന്. അപ്പോൾ എൻ്റെ ആയുസ്സും കൂടി കൂടുമല്ലോ. അങ്ങനെ ഇതൊക്കെ വെറുതെ പറയണതാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി പിള്ളേർസിതെ പുതിയ വണ്ടി കണ്ടിട്ടുള്ള ആകാംക്ഷയാണ്. അപ്പോൾ ഡോൺ ഈ വണ്ടി എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വണ്ടി എനിക്ക് കാണിച്ചു തരാട്ടോ, ഇത് ഇന്ന വണ്ടിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയണം, എനിക്ക് ഈ വണ്ടിയെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ആളാട്ടോ.
പറയുമ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് വണ്ടിയുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാനിപ്പോഴും ചിലപ്പോൾ തെറ്റിയിട്ട് വല്ല വണ്ടിയിലൊക്കെ കയറുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ശ്രദ്ധയില്ല, വണ്ടിയെക്കുറിച്ച് ശ്രദ്ധയില്ലാണ്ടാണ്. അങ്ങനെ 10:30 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി കുട്ടികളൊക്കെ എല്ലാവരും ഉറക്കാൻ കൊണ്ടുപോയി. ഒക്കെയ്ക്കും ഒരു ചെറിയൊരു നീർവീഴ്ചയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡിമ്പിളിനും എനിക്കും എല്ലാവർക്കും. അപ്പോൾ വലിയ ഡാഡി പറയണ്ടായിരുന്നു, വലിയ ഡാഡി ഒരു 3 ദിവസമായിട്ട് ഭയങ്കര ബോഡി പെയിനും ഒരു തരം വൈറൽ ഫീവറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചേട്ടനും. അപ്പോൾ അത് എന്തോ എല്ലാവർക്കും ഒന്ന് ഉച്ചയ്ക്ക് മുമ്പ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ എനിക്കും ഇങ്ങനെയായിരുന്നു, തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആൾ ഉഷാറായി തുടങ്ങി. പക്ഷേ ഭയങ്കര വേദനയും വിഷമമുണ്ട്, ബോഡി പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, ഇനിയിപ്പോൾ കർത്താവ് ഇനിയിപ്പോൾ നമുക്കും ഇത് തന്നെ ആയിരിക്കുമോ, കാരണം നമ്മൾക്ക് കുഴപ്പമില്ല, കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ചെറിയൊരു അവരൊന്നും ഉഷാറായി വരുമ്പോഴേക്കും അടുത്തൊരു സംഭവം വരുമ്പോൾ സങ്കടമാണ് കുട്ടികളുടെ കാര്യത്തിൽ. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും കിടന്നുറങ്ങാൻ പോയി. ഞാൻ എൻ്റെ പരിപാടി, എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് നാളെ വരണ്ടേ. അങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് പിള്ളേരൊക്കെ സുഖമായിട്ട് ഉറങ്ങി, ഞാനും കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും പൂരം ആശംസകളാണ്. പിന്നെ എന്താ പറയുക, തൃശ്ശൂരുള്ളവരൊക്കെ പൂരം കാണാൻ പോകുന്നുണ്ടെങ്കിൽ പോവുക. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശേഷമൊക്കെ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തൃശ്ശൂർക്കാർക്ക് പൂരം ആശംസകളും. അപ്പോൾ നാളെ കാണാം. ബൈ.